Car Hub, Puchal Tikaripur, a super specialty clinic for cars. Our energy, very experienced mechanic and facilities, a garage for all interior and exterior works for cars. Car detailing, wash, paint, electric, polish, alloy, balancing. Car Hub, Puchal Tikaripur. കളിയാട്ടത്തിനൊരുങ്ങുന്ന ചന്ദേര മുച്ചിലോട്ടിന്റെ ചരിത്ര വഴികൾ. മുച്ചിലോട്ട് ഭഗവതിയുടെ ഹൃദയം കൊണ്ട ഭക്തനായിരുന്നു 12 ഇല്ല വാണി കുടുംബത്തിലെ വട്ട്യൻ വീട്ടിൽ തറവാട്ടു കാരണവരായ കൂവത്തിൽ അമ്പു. ആദ്യ മുച്ചിലോടായ കരിവെള്ളൂരിലെത്തി ദേവി കോമരമാകാൻ അമ്പു കാരണവർ ആഗ്രഹം പ്രകടിപ്പിച്ചു. എന്നാൽ അവരത് നിഷേധിച്ചു. തന്റെ പരമമായ ദേവി ഭക്തിയെ പരിഗണിക്കാത്തതിൽ വിഷമം പൂണ്ട അമ്പുകാരണവർ ചന്ദേരയിൽ മടങ്ങിയെത്തുകയും നാടുവാഴിയും പ്രമാണിയുമായ മടിയൻകൂലം തറവാട്ടിലെത്തി ചന്ദേരയിൽ ഒരു മുച്ചിലോട് സ്ഥാപിക്കാനുള്ള ഇംഗിതം അറിയിക്കുകയും ചെയ്തു. ആഗ്രഹം മനസ്സിലാക്കിയ കൂലോം മൂത്തകാരണവർ മുച്ചിലോട് സ്ഥാപിക്കുന്നതിനു വേണ്ട സ്ഥലം വിട്ടുകൊടുക്കുകയും അനുഗ്രഹിക്കുകയും ചെയ്തു. പ്രമാണിയായ അമ്പുകാരണവർ അതോടൊപ്പം കൂടുതൽ ഭൂസ്വത്ത് വാങ്ങി കൂട്ടുകയും 1911 മുച്ചിലോട് സ്ഥാപിക്കുകയും ചെയ്തു എന്നാണ് ചരിത്രം. സ്ഥിരമായി ദേവി കോലക്കാർ ഉണ്ട് എന്നാണ് മറ്റു മുച്ചിലോടുകളിൽ നിന്നും ചന്ദേര മുച്ചിലോട്ടിനെ വ്യത്യസ്തമാക്കുന്നത്. രണമൂർത്തി കുലത്തിൽപ്പെട്ടയാൾക്കാണ് ദേവി തിരുമുടി ഉയർത്താനുള്ള എക്കാലത്തെയും അവകാശം. എന്താ പേര്? രാഘവൻ. എന്താ ജോലി ചെയ്യുന്നു? ഞാനിപ്പോഴൊന്നുമില്ല. കഴിഞ്ഞ കളിയാട്ടം എത്ര വർഷം മുമ്പായിരുന്നു? ഏകദേശം 2002 ഇതേ ടൈം തന്നെ ആയിരിക്കും, ഫെബ്രുവരി. അതെയോ? കൃത്യമായ ഇടവേളകൾക്ക് ശേഷം അല്ല കളിയാട്ടം നടക്കുന്നത് അല്ലേ? അല്ല, അതുകൊണ്ട് മറ്റുള്ള പല പ്രശ്നങ്ങളും ഉണ്ട്. സാമ്പത്തികമുണ്ട്, ഇടയ്ക്കൊക്കെ കോവിഡ് വന്നു. അതായത് ഈ മുച്ചിലോട്ട് ഏകദേശം 1911 സ്ഥാപിതമായി എന്നാണ് വിശ്വസിക്കുന്നത്. ആ സമയം വട്ട്യൻ തറവാട്ടിലെ സ്ഥാപിച്ചതാണോ? അതെ, വട്ട്യൻ വീട്ടിൽ പൂവത്തിങ്കൽ അമ്പു എന്ന് പറയുന്ന പ്രഗത്ഭനായ കരൂരൂർ സ്വദേശിയായ പ്രമാണിയായിരുന്നു സ്ഥാപിച്ചത്. അദ്ദേഹത്തിന് ഒരു ആചാരസ്ഥാനം വഹിക്കണമെന്നുള്ള വലിയ ആഗ്രഹത്തിൽ അദ്ദേഹം കരൂളൂർ മുച്ചിലോട്ട് പോവുകയും, എന്നാൽ അവിടുന്ന് അദ്ദേഹത്തെ ഇല്ലത്തിൻ്റെ നമ്മളെ 9 ഇല്ലങ്ങളാണല്ലോ, അതിലൊരു ഇല്ലത്തിൽപ്പെട്ട ആളായിരുന്നു അദ്ദേഹം. ചന്തംകുളങ്ങര വാണിയരാണ്. അദ്ദേഹത്തെ അവിടുത്തെ ആചാരസ്ഥിതി അനുസരിച്ച് അവിടെ മുച്ചിലോട്ട് വാണിയന്മാർക്കാണ് അവിടെ അവകാശം. കരൂളൂർ അവിടെ അദ്ദേഹത്തിന് ലഭിച്ചില്ല. അതിൽ അയാൾക്ക് പ്രയാസം ഉണ്ടാവുകയും അദ്ദേഹം ഒരു പുതിയ മുച്ചിലോട്ട് സ്ഥാപിക്കണമെന്ന് ആഗ്രഹിക്കുകയും ചെയ്തു. അങ്ങനെയാലും അദ്ദേഹത്തിന് ഒരു കോമരാവാൻ പറ്റൂ. അങ്ങനെ നമ്മുടെ ഉദിനൂർ ക്ഷേത്രപാല ക്ഷേത്രത്തിൻ്റെ ഊരാളന്മാരായ CM തറവാട്ടുകാർ, ചന്ദേര മടിയൻ തറവാട്ടുകാർ കാരണവരെ കാണുകയും അദ്ദേഹത്തോട് കാര്യം പറയുകയും ചെയ്തപ്പോൾ അദ്ദേഹം അതിനെ സമ്മതിക്കുകയും ഈ മുച്ചിലോട്ട് നിൽക്കുന്ന സ്ഥലം അനുവദിച്ചുകൊണ്ട് ബാക്കി സ്ഥലങ്ങളൊക്കെ ഈ അമ്പു അന്തിത്തിരൻ അദ്ദേഹം വലിയൊരു പ്രമാണിയായിരുന്നു. അദ്ദേഹം വിലക്കെട്ട് വാങ്ങിച്ചിട്ട് മറ്റ് സ്ഥലങ്ങളൊക്കെ വാങ്ങിച്ച് ഈ മുച്ചിലോട്ട് എക്കാലത്ത് നടത്തിക്കൊണ്ടുപോകുന്ന അത്രയും സ്വത്തുക്കളൊക്കെ അദ്ദേഹം ഇതിനു വേണ്ടിയിട്ട് നീക്കിവെച്ച വലിയ മനുഷ്യനായിരുന്നു. കർണമൂർത്തിയാണ് തെയ്യം കെട്ടേണ്ടത് വരച്ചത്. മറ്റു മുച്ചിലോടുകളിൽ തെയ്യം കെട്ടുകാരായ വണ്ണൻ സമുദായത്തിലെ പെരുവണ്ണാന്മാർ ഒരുപാട് പേര് വരും. അവരിൽ നിന്ന് ഒരാളെയാണ് പ്രശ്നമുഖാന്തരം തിരഞ്ഞെടുക്കുക. അതെ, നമ്മുടെ ഇവിടെ കർണമൂർത്തി ആചാരമാണ്. കർണമൂർത്തിക്കാണ് കെട്ടാനുള്ള അവകാശം. അദ്ദേഹത്തിന് എന്തെങ്കിലും അസൗകര്യം ഉണ്ടെങ്കിൽ മാത്രമേ അയാൾ പറയുന്ന ആളെ നമ്മൾ പ്രശ്നവശാൽ നോക്കി തീരുമാനിക്കുകയുള്ളൂ. ഇപ്പോൾ ഇത്തവണ ബാബു കർണമൂർത്തിയാണ് അതിന് അർഹനായിട്ടുള്ളത്. ഇതിനു മുമ്പ് നമ്മുടെ കണ്ണൻ കർണമൂർത്തിയായിരുന്നു കെട്ടിയത്. അദ്ദേഹത്തിൻ്റെ മരുമകനാണ് ബാബു കർണമൂർത്തി. രണ്ട് തവണ അദ്ദേഹം കിട്ടിയിരുന്നു. പിലിക്കോടെ കണ്ണൻ കർണമൂർത്തി 81 അതിനു മുമ്പ് പെരുങ്കളിയാട്ടം നടന്നത്. 2002, 81, പിന്നെ അതിനു മുമ്പ് 65 വർഷം മുമ്പായിരുന്നു കളിയാട്ടം നടന്നത്. അതായത് ഈ കളിയാട്ടം 4ാമത്തെ കളിയാട്ടമാണ്. മറ്റു മുച്ചിലോട് ഭഗവതി ക്ഷേത്രങ്ങളിലേതിനേക്കാൾ കൂടുതൽ സ്വത്തും ഈ നടത്തിക്കൊണ്ടുപോകാനുള്ള ആസ്തിയൊക്കെയുള്ള വലിയൊരു മുച്ചിലോട്ട്. അത് ചന്തംകുളങ്ങര വാണിയർക്ക് പൂർണ്ണമായ അവകാശമുള്ള ഒരു മുച്ചിലോട്ടായി മാറുകയും ചെയ്തു. അപ്പോൾ ബഹുജനങ്ങളെ അതിൽ ചേർക്കണം എന്നുള്ളത് കൊണ്ട് വാലിയക്കാർക്ക് അവകാശം വരുന്ന രീതിയിൽ ഒരു വാലിയക്കാരെ കോമരം ഇവിടെ അനുവദിച്ചു. ദൈവത്തിൻ്റെ കോമരം വാലിയക്കാരുടെ കോമരാണ്. അങ്ങനെ മറ്റേത് ഇല്ലത്തിൽപ്പെട്ട ആൾക്കും ഇവിടെ ആവാം. നമ്മുടെ വാണിയ സമുദായത്തിൽ 9 ഇല്ലങ്ങളുണ്ട്.
അതിൽ ഏറ്റവും പ്രധാനപ്പെട്ടതായിട്ട് പറയുന്നത് നമ്മുടെ കരുവള്ളൂരുള്ള മുച്ചിലോട് വാണിയനാണ്. മുച്ചിലോട്ട് വാണിയൻ, അതുപോലെ തച്ചിരിയൻ വാണിയൻ, നരൂർ വാണിയൻ, കുഞ്ഞൂത്ത് വാണിയൻ, പുതുക്കുടി വാണിയൻ, ചോർള വാണിയൻ, വള്ളി വാണിയൻ, ചന്തംകുളങ്ങര വാണിയൻ, പള്ളിക്കര വാണിയൻ, അങ്ങനെ 9. ഈ ചന്തംകുളങ്ങര വാണിയൻ്റെ കൂടെയാണ് ദൈവം വന്നു എന്ന് പറയുന്നത്. അതെ 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 അതെ. ചന്തേരമടിയൻ തറവാട്, അവരുടെ ഉദനൂർ ക്ഷേത്രപാല ക്ഷേത്രത്തിൻ്റെ ഊരാളന്മാർ. അത് പ്രമാണിയായിരുന്നു, ജമ്മിയായിരുന്നു. അവരൊക്കെ അവരാണ് ഊരാളന്മാർ. ഈ മുച്ചിലോട്ടിൻ്റെ കൊയ്മ സ്ഥാനം ഏക കൊയ്മ സ്ഥാനമാണ്. വേറെ ആർക്കും കൊയ്മയില്ല, ചന്തേരമടിയൻ വീട്ടുകാർക്ക് മാത്രമേ ഉള്ളൂ. മറ്റു മുച്ചിലോടുകളിൽ കുറേ കൊയ്മമാരുണ്ട്. ഇവിടെ അദ്ദേഹത്തിൻ്റെ മാത്രമായിരുന്നു. ആ കൊയ്മ എന്ന് പറഞ്ഞാൽ ആദ്യകാലങ്ങളിലൊക്കെ ആദ്യത്തെ ദിവസത്തെ കളിയാട്ടം ഈ കോയ്മയുടെ വകയായിരുന്നു. ചെലവ് മുഴുവനും അത്രയും പ്രഗത്ഭനായിരുന്നു ആ കൊയ്മ. അപ്പോൾ കഴിഞ്ഞ തവണ CM ചക്രവാണിയായിരുന്നു. 2002 ഡോക്ടർ CM ചക്രവാണി. അതെ അതെ, അദ്ദേഹമാണ് അന്ന് കൊയ്മയായിട്ട് ഉണ്ടായിരുന്നത്. അയാൾ മരിച്ചുപോയി. അയാൾ അതുപോലെ ആദ്യത്തെ കളിയാട്ടത്തിൻ്റെ ചെലവ് കഴിച്ചില്ല ഒരു തുക തന്നിരുന്നു. മുച്ചിലോട്ട് കോവിതി, കണ്ണങ്ങാട്ട് കോവിതി, പുലിയൂർ കാളി, ഇത് 3 ചന്തങ്ങളര വാണിയൻ ഇല്ലക്കാർക്കുള്ള അവകാശമുള്ള ഈ ദൈവത്തിൻ്റെ കോമരം, അതായത് പുലിയൂർ കണ്ണൻ, അത് നമ്മുടെ ഈടെ കൂടുന്ന വാല്യക്കാരെ ഏത് ഇല്ലത്തിലായാലും അത് ആചാരപ്പെടാം. ചന്തേരശ്രീ മുച്ചിലോട്ട് ഭഗവതി ക്ഷേത്രത്തിൽ നീണ്ട 22 വർഷങ്ങൾക്ക് ശേഷം പെരുങ്കളിയാട്ടം നടക്കുകയാണ്. ഫെബ്രുവരി 8 മുതൽ 11 വരെ നടക്കുന്ന പെരുങ്കളിയാട്ടത്തിലേക്ക് നാനാ വിഭാഗത്തിൽ നിന്നും നിരവധി ജനങ്ങളെ നമ്മൾ പ്രതീക്ഷിക്കുകയാണ്. വളരെ പുരാതനമായ ഈ ക്ഷേത്രത്തിൽ 22 വർഷത്തിന് ശേഷം നടക്കുന്ന ഒരു പെരുങ്കളിയാട്ടം എന്നതുകൊണ്ട് തന്നെ ഈ നാട് മുഴുവൻ ഇതിൻ്റെ പ്രതിധ്വനിയിൽ നിറഞ്ഞിരിക്കുകയാണ്. അതുകൊണ്ട് തന്നെ മുഴുവൻ ഭക്തജനങ്ങളും ക്ഷേത്രവിശ്വാസികളും ഈ ഉദ്യമത്തിൽ നമ്മളോടുകൂടി സഹകരിക്കണം. ഇത് വൻ വിജയമാക്കേണ്ടത് ക്ഷേത്രം കമ്മിറ്റിയുടെ മാത്രമല്ല ഈ സമൂഹത്തിലെ മുഴുവൻ ബാധ്യതയാണ്, ഉത്തരവാദിത്തമാണ് എന്ന് വിശ്വസിച്ചു വന്നയാൾ സെക്രട്ടറി എന്ന രീതിയിൽ എന്ന നിലയിൽ ഞാൻ മുഴുവൻ ആൾക്കാരെയും ഈ ക്ഷേത്ര സന്നിധിയിലേക്ക് പെരുങ്കളിയാട്ട ദിവസങ്ങളിൽ സ്വാഗതം ചെയ്യുകയാണ്. ആദ്യത്തെ കളിയാട്ടത്തിന് എങ്ങനെയൊക്കെയാണ് ഭക്ഷണം? അത് നിലത്തിരുന്നിട്ട് തന്നെ ഭക്ഷണം വെച്ചിട്ട് നിലത്ത് കുഴി ഉണ്ടാക്കിയിട്ട് കറിയെല്ലാം പുറത്തേക്ക് പോകുന്നായിട്ട് അവിടെ അന്നേരം പുളിങ്കറിയും മാത്രം. പിന്നെ 3-ാം കളിയാട്ടായിരുന്നു തോരയുണ്ടാവും. അതായത് ആദ്യത്തെ കളിയാട്ടത്തിന്റെ വിഭവങ്ങൾ എങ്ങനെയൊക്കെയായിരുന്നു? അന്ന് പുളിശ്ശേരി, പിന്നെ ഉപ്പും പറങ്ങി പൊടിച്ചിട്ട്, പിന്നെ 3-ാം കളിയാട്ടായിരുന്നു തോര. ഈ ഉപ്പും പറങ്ങി എന്ന് പറഞ്ഞാൽ അതെ, പച്ചമുളകും ഉപ്പും ചടങ്ങാണ്. ഇപ്പം ഉണ്ട്. 2 കളിയാട്ടം നിങ്ങൾ കണ്ടു? 2 കണ്ണ്, 3-ാമത്തേത് ഇപ്പം തുടങ്ങുന്നു. ഞാൻ കണ്ണങ്ങാട്ട് ഉദരോ. അപ്പം ഇവിടെ താമസമല്ല, അവിടെ അല്ലേ? എവിടുന്ന് ആചാരപ്പെട്ടത്? ഉദരൂർ ക്ഷേത്രപാല ക്ഷേത്രം. അവിടുന്ന് ആചാരപ്പെടേണ്ടത് അവിടെ നമുക്ക് പേരുവിളി ആചാരവും എല്ലാം അവിടുന്ന്. ഓഹോ, ആരാ? തന്ത്രിയാണോ? ഞാൻ 22 കഴിഞ്ഞ് 23-ാം വർഷം. അതിനിടയിൽ കളിയാട്ടം നടന്നോ? ആദ്യം 2002 കഴിഞ്ഞു. 2001 ആചാരപ്പെട്ടു, 2002 കളിയാട്ടം. നിങ്ങൾക്ക് എന്താ ചെയ്യേണ്ടത് ഇവിടെ? എനിക്ക് ഇവിടെ ഉള്ളിലെ കർമ്മങ്ങളെല്ലാം ചെയ്യണം. അവിടെ പിന്നെ അരിദ്രാവലി, പിന്നെ അരിദ്രാവുന്നത് തമ്പുരാട്ടിയമ്മക്ക് ഭക്ഷണം നേദ്യം കൊടുക്കല്. അത് ഏത് ദിവസങ്ങളിലാണ് ചെയ്യേണ്ടത്? അത് ചൊവ്വാഴ്ച സംക്രമത്തിന് ആദ്യത്തെ ചൊവ്വാഴ്ച, പിന്നെ ഉദയസ്ഥാനം, വടക്കേ മാതിരി, നിറ, ഉത്തരി, സംക്രമം പറഞ്ഞല്ല, പൂരം. പിന്നെ എത്ര അരിയാണ് ത്രാവേണ്ടത്? 4 അരി. 4 അരി കൊണ്ട് പിന്നെ എല്ലായിടത്തും 9 സ്ഥലത്ത് വേണം. 9 എന്ന് പറഞ്ഞാൽ ഒന്ന് തമ്പുരാട്ടിക്ക് പറഞ്ഞാൽ ഒറ്റ നേതിയാണ്. നരമ്പല ഓതിക്കും തമ്പുരാട്ടിക്കും ഒരു നേതി ഉള്ളിൽ. പിന്നെ കണ്ണങ്ങാട്ട് ഭഗവതിയമ്മക്ക്, പിന്നെ പുള്ളൂർ ഭഗവതിയമ്മക്ക്, പിന്നെ ദൈവത്തിന് അപ്പുറം വിഷ്ണുമൂർത്തിക്ക്, അങ്കക്കൊളങ്ങര ഭഗവതിയമ്മക്ക്, രക്തചാമണ്ടിക്ക്, കുണ്ടൂർ ചാമണ്ടിക്ക്, അങ്ങനെ 9 നേതി. പിന്നെ ഇതിൻ്റെ ഓടിൻ്റെ പാത്രമുണ്ട്. അതിൽ അരി കൂടാതെ വിറ്റില അടക്ക ഇളന്നത്. അവസാനം ഈ ത്രാവിയ ശേഷം ഈ വസ്തു ആർക്കും അവകാശപ്പെട്ടത്? അത് പിന്നെ നമ്മയുടെ ഭക്ഷണമാക്കും.
ഈ 9 സ്ഥലത്ത് ഉള്ളതും കൂടി എല്ലാം കൂടിയിട്ട് എടുത്തിട്ട് മൊത്തം ഇങ്ങോട്ട് കൊണ്ടുവന്നിട്ട് ഇവിടെ ഗുരുകാരന്മാർക്ക് ഇവിടെ വണ്ണാരപ്പരയിട്ട് കൊണ്ടുവരും. അതിനുശേഷം ആ ഭക്ഷണം ആയിരി എടുത്തിട്ട് ഇവിടെ വൈകുന്നേരം ഭക്ഷണം വെക്കും. ആ അടിയന്തരമില്ല ദിവസം ആയിരി എടുത്തിട്ട് ഭക്ഷണം വെക്കും. ഇവിടെ പൊതിയുണ്ടോ? പൊതി വലിയ പൊതിയില്ല, നരമ്പൽ പൊതിയുണ്ട്. അതെയോ? എടുത്ത് പോകാറുണ്ടോ? അടുത്ത് പോകാറുണ്ട്. ഇപ്രാവശ്യം കഴിഞ്ഞു. പിന്നെ പൂര സമയത്ത് അല്ലേ? ഓക്കെ. ഞങ്ങളുടെ പേര് ദാമോദരൻ അന്ത്യത്തിരി. എവിടെ വീട്? മാതമംഗലം. ദീപം തിരിയും കളിയാടത്തിൽ ദീപം തിരിയും കൊണ്ടിരുന്ന ഇതിനൊരു കൂലോത്തുന്നു. അത് പിന്നെ കളിയാട്ടം കൂടുന്ന ദിവസം 8-ാം തീയതി 9 കടയത്തിൽ നടക്കുന്ന ഒരേ ചടങ്ങന്നെ. 9 കട പിന്നെ കരിവള്ളൂർ, തൃക്കരിപ്പൂര്, കോറോം, പയ്യന്നൂർ, കാറോലി, താനിയേരി, പിന്നെ ക്ലായിക്കോട്, ചെറുവത്തൂർ, ഇതെല്ലാം ഒരേ ചടങ്ങന്നെ. My home interior and exterior. Fancy lights, LED lights, curtains, gift items, clocks, bedroom works, customized furniture, wooden flooring, paving stone, roofing, shingless, landscape. Visit My Home Interior and Exterior near Bericheri Gate, Trikkaripur.